ഇന്നത്തെ പരിപാടി നോക്കിക്കോളിട്ടാ. അതായത് ഈ തടിയുള്ള കഷ്ണങ്ങളൊക്കെ മാറിയിട്ട് അപ്പോൾ ഇങ്ങനെ ക്ലിയറാക്കി ചെറുതാക്കി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പലരും പല പരിപാടിയിലാണ്. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിയറാക്കിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഇതൊക്കെയാണ് ഫിനിഷിങ് പോയിന്റിലാണ്. പക്ഷെ ഇനിയൊരു വട്ടം കൂടി ക്ലിയർ ആക്കാനുണ്ട്. ഇതൊക്കെ ഫിനിഷിങ് പോയിന്റിലാണ് കേട്ടോ. इनी और एक बार फिनिशिंग करने के लिए ना वो 2 नंबर क्वालिटी है। हाँ वो 1 नंबर क्वालिटी होगा तो फिनिशिंग होगा। हाँ ഇനി ഒരു വട്ടം കൂടി ഫിനിഷ് ആക്കണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലിയർ ഔട്ടാ. കണ്ടാണ് ഈ സാധനമൊക്കെ. ഇനി ഇതിൻ്റെ ഈ വൈറ്റതായി ഈ വെള്ളം കണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് കിട്ടും. അപ്പോൾ വലിയ മുട്ടിമന്നേ ചെറുതാക്കി വേസ്റ്റ് കുറേ കളഞ്ഞ് കടഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടാണ് ഇവിടെ ഈ പ്രൊസീജിയർ ഇറക്കുന്നത്. അതിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ അങ്ങനെ, അതായത് മരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ സെക്ഷൻ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചെയ്ത് വരികയാണ് കേട്ടോ. ഇനി ഈ ഒരു സാധനം ലാസ്റ്റ് ഒരു വട്ടം കൂടിയും ക്ലിയർ ആക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് ആയിട്ടുള്ള നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഊത് കിട്ടും കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. ആദ്യം ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ മരക്കഷ്ണമല്ലേ വന്നിരുന്നത്. ഇപ്പോൾ മരക്കഷ്ണമൊക്കെ പോയി. ഇത് കണ്ടാണ്. ഇതൊക്കെ ഒരു നാലാമത്തൊക്കെ ഒരു പ്രൊസീജിയറാണ് കേട്ടോ. മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ പ്രൊസീജിയറായിട്ട് വരും. 5-6 പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ആ വൈറ്റ് കളയാണ്. അങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഈ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യും ഇപ്പോൾ ചെയ്യുന്ന പരിപാടികളൊക്കെ. ഇതേപോലത്തെ മുട്ടിയാണ് ഫസ്റ്റ് വന്നിരുന്നത്. അതിൽ കടഞ്ഞെടുത്താണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടാണ് ഇങ്ങനത്തെ മുട്ടയാണ് വന്നിരുന്നത് ഇവിടെ. അതിൽ പിന്നെ ഫിനിഷാക്കി കണ്ടാണ് ഇതേപോലെ ആക്കിയെടുത്തിട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചെയ്യും സെക്ഷനായിട്ട്. ഇതാണ് പരിപാടി. ഞാൻ ഇവിടെ ഇതിൻ്റെ വേസ്റ്റുകൾ വന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടാണ് ഇത്രയും വേസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആ മരം ഫസ്റ്റ് വന്നതിൻ്റെ ശേഷം കടഞ്ഞെടുത്ത വേസ്റ്റാണ്. ഇത് കത്തിക്കാനാണ് ഉപയോഗിക്കുക. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് 3rd ക്വാളിറ്റി ഓയിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ ഓയിൽ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ബ്ലാക്ക് പൗഡർ വരും. ആ പൗഡർ നമുക്ക് ചന്ദനത്തിരി പിന്നെ ബഹൂർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ പരിപാടികൾ ഇങ്ങനെ കണ്ടില്ലേ. ഇതൊക്കെ ഇവിടെ വേസ്റ്റേജ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടാൽ ഇതിങ്ങനെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒരു 2-3 പ്രൊസീജിയർ ചെയ്യാനുണ്ട് കേട്ടോ. ഇതിവിടെ വെളിച്ചം കുറവായതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവണില്ല കേട്ടോ. പക്ഷെ ഇതിഞ്ഞ് 2-3 പ്രൊസീജിയർ ഇനിയും ചെയ്യാണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലാണ് തനി ബ്ലാക്ക് കളറായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അതായത് അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ബ്ലാക്ക് കളർ എടുക്കുന്ന ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ പീസുകൾ ഇനി ഫുൾ വൈറ്റ് മാറ്റാനുള്ളൂ. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇനി ഇതേപോലെ ബ്ലാക്ക് കളർ എടുക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ തീരുന്നതിനനുസരിച്ച്. പിന്നെ ഒരു വട്ടം കൂടിയും എല്ലാ സാധനവും ഇരുന്നിട്ട് കടയുണ്ടാവും. പിന്നെയാണ് ഇത് ബ്ലാക്കായി കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഫുൾ വീഡിയോ ലെങ്ത്തായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇങ്ങനെ ഓരോന്ന് സെക്ഷനായിട്ട് ഓരോ ദിവസത്തെയും വീഡിയോ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യണം കേട്ടോ. പലർക്കും ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഇതാണ് ഊത്, അതായത് അഗർവുഡ് എന്നാണ് ഇതിന് പറയുക. നമ്മളെ ഗൾഫ് കൺട്രീസിലൊക്കെ പുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ.